അസൂയയാണ്, കൊതിക്കറിവാണ്. അവരെ തകർക്കാൻ നിങ്ങൾ വ്യാജമായ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ അവർക്കെതിരായ ചർച്ചയിൽ പോലും വിളിക്കരുതെന്നാണ് ശ്രീ ഷംസുദ്ദീൻ പറയുന്നത്. അത് എനിക്ക് സഹതാപം മാത്രമേ ഷംസുദ്ദീനോടുള്ളൂ. അദ്ദേഹം രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, മുസ്ലിം ലീഗ് INL നിന്ന് വിട്ടുപോയവർ. എന്തുകൊണ്ടാണ് മൂന്നാമതൊരാളെ കുറിച്ച് അദ്ദേഹത്തിന് പേര് പറയാൻ കഴിയാത്തത്? ഞങ്ങളുടെ MLA ആയിരുന്ന PMA സലാമിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ അവര് കൊണ്ടുപോയി MLA ആക്കിയിട്ടുള്ള NA നെല്ലിക്കുന്നിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതൊരാളെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. അതിനുശേഷവും ഞങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചും ഒന്നും വാദിക്കാനും സംസാരിക്കാനുള്ള വേദിയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഷംസുദ്ദീൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷംസുദ്ദീൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കുറച്ച് സിമിക്കാരും ലീഗല്ലാത്തവരും ഒക്കെ കൂടിയിട്ടാണ് ഈ INL ഉണ്ടാക്കിയത്. അതേക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പൊതുസമൂഹത്തിന് അറിയാം ആരാണ് INLന്റെ നേതാക്കൾ എന്ന്. ഷംസുദ്ദീൻ ഓർമ്മയുണ്ടാവും, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ നമ്മൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി ഞാനും മലപ്പുറം ജില്ലയിലെ ഭാരവാഹിയായി ഷംസുദ്ദീൻ ഉണ്ടായിരുന്ന കാലഘട്ടം. അതേ കാലത്താണ് KM ഷാജി വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നത് എന്ന കാര്യവും ഷംസുദ്ദീൻ ഓർക്കണം. പിന്നെ സിമിയെക്കുറിച്ച് പറഞ്ഞാൽ ഷംസുദ്ദീൻ സാഹിബെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യസഭാംഗമാക്കിയ, അസംബ്ലി അംഗമാക്കിയ, മുസ്ലിം ലീഗിന്റെ മുഖമായി ഒരു കാലത്ത് അവതരിപ്പിച്ച അബ്ദുസമദ് സമദാനിയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല, നമുക്കൊക്കെ അതേക്കുറിച്ച് അറിയാം. അപ്പൊ സിമി എന്ന് പറയുന്ന സാധനമൊന്നും കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാർക്ക് മറ്റാരെയും പേടിപ്പിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രികയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ചന്ദ്രികയിലെ പണം വരിസംഖ്യയായി കിട്ടിയതാണ്. ചന്ദ്രികയിലെ പണം വരിസംഖ്യയായി കിട്ടിയതാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഫൈൻ അടച്ചത്? അത് വരിസംഖ്യയായി കിട്ടിയതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതിയായിരുന്നില്ലേ? ഫൈൻ അടച്ചല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളുകളെ വഞ്ചിച്ചു കളയാം എന്നതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെയൊക്കെ ധാരണ. ഷംസുദ്ദീൻ സാഹിബ് സ്ഥിരമായി വന്നിട്ട് പറയുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ആക്ഷേപങ്ങൾ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം വേറെയൊന്നുമല്ല, ഷംസുദ്ദീൻ സാഹിബ് മുസ്ലിം ലീഗിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനകത്ത് ഏതു പക്ഷത്തു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാരണങ്ങളാണ്. ഷംസുദ്ദീൻ സാഹിബ് സ്ഥിരമായി വന്നാൽ പറയുക ഷാജിയെ രക്ഷിക്കാൻ വേണ്ടി എന്ന വ്യാജനെ അദ്ദേഹത്തിന് മാവൂർ റോഡിൽ തുണിക്കടയുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് ഉണ്ട്, വിദേശത്ത് ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന നമ്മൾ വിചാരിക്കേണ്ടത് അദ്ദേഹത്തിന് ഉള്ളതിനെ കുറിച്ച് തന്നെയായി പറയുന്നതെന്നാ. അദ്ദേഹത്തിന് ഇതൊക്കെ അന്യായമായ സമ്പാദ്യമാണ് എന്നും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹത്തിന് അനുകൂലമായി എന്ന വ്യാജേന ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുമാണ് ഷംസുദ്ദീന്റെ അകത്തുള്ള കാര്യം. അതോടൊപ്പം അദ്ദേഹം മറ്റു ചില സംഗതിയും കൂടി പറയാറുണ്ട്. എന്നെ വ്യക്തിപരമായി പല ചാനലുകളിലും അദ്ദേഹം ആക്ഷേപിച്ചിട്ടുള്ള ഒരു കാര്യം, അതിലും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അദ്ദേഹം പറയാറുള്ളത് ഈ ഇരിക്കുന്ന അസീസ് 3 മാസം ജയിലിൽ കിടന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3 ദിവസം റിമാൻഡിലായിരുന്നു. ആ കേസ് എനിക്ക് പറയാനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഷംസുദ്ദീൻ സാഹിബെ, നിങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിനെതിരായി ഐസ്ക്രീം പാർലർ സെക്സ് റാക്കറ്റ് കേസ് കത്തി നിന്ന കാലം, ആ കാലത്ത് കോഴിക്കോട് 4-ാം ഗേറ്റിന് സമീപത്ത് 2 പെൺകുട്ടികൾ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്ത തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ ആ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തു കോഴിക്കോട് 4-ാം കോടതിയിൽ. ആ പരാതി കോടതി സ്വീകരിച്ചു, നോട്ടീസ് അയച്ചു. അങ്ങനെ എന്നെ ഹിയർ ചെയ്യുന്നതിന് വേണ്ടി 2011 മാർച്ച് 22-ാം തീയതിക്ക് കേസ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഹിയറിംഗിലൂടെ എന്റെ വാദങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എന്നെ ഹിയർ ചെയ്യാൻ വേണ്ടി കോടതി വെച്ചത്. ആ ഹിയറിംഗ് നടക്കുന്നതിലൂടെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഈ കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്ന സാഹചര്യം വന്നപ്പോ തൊട്ടു തലേ ദിവസം മാർച്ച് 21-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്താ? എന്തോ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് കഴിഞ്ഞു. എന്നെ കണ്ണൂരിൽ കൊണ്ടുപോയി അവിടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. 22-ാം തീയതി കോടതി സമയം അവസാനിച്ചു. 5 മണിക്ക് ശേഷം എന്നെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 3-ാമത്തെ ദിവസം എനിക്ക് ജാമ്യം കിട്ടി. ആ കേസ് ഇത് ഇപ്പൊ ഷംസുദ്ദീൻ എന്തിനാ പറയുന്നതെന്നറിയോ? ഷംസുദ്ദീൻ ഇത് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് ഒന്നുകൂടി വിഷയത്തിനപ്പുറത്തുള്ള കാര്യമാണെങ്കിൽ കൂടി അത് ക്ലാരിറ്റി വരുത്താൻ സമയം കിട്ടി ഞാൻ വിചാരിക്കുന്നു.